ഇനിയാണ് ശരിയായ പോരാട്ടം. ISLന്റെ 10ാം സീസണിൽ പരാജയമെന്തെന്നറിയാത്ത ശക്തരായ FC ഗോവയുമായിട്ടാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാരുടെ അംഗം. അതെ, ഹൈദരാബാദ് FCയെ കിരീടമണിയിച്ച മനോലോ മാർക്യൂസ് എന്ന കോച്ചിന്റെ ശിക്ഷണത്തിൽ കുതിപ്പ് തുടരുന്ന FC ഗോവയെ പിടിച്ചുകെട്ടാൻ ഇവാനാശാനും പിള്ളേർക്കും സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ FC ഗോവയുടെ ഈ സീസണിലെ വിജയക്കുതിപ്പിന് മാത്രമല്ല തടയിടാൻ സാധിക്കുന്നത്. 2016 ശേഷം ഗോവൻ മണ്ണിലെ FC ഗോവയെ തോൽപ്പിച്ചു മടങ്ങാൻ ഒരു ടീമിനെയും അവർ ഇതുവരെയും അനുവദിച്ചിട്ടില്ല എന്ന ചരിത്രം കൂടിയായിരിക്കും ഇവാനാശാനും പിള്ളേർക്കും തകർക്കാൻ സാധിക്കുന്നത്. ഇനി തോറ്റാൽ FC ഗോവയുടെ വിജയ ചരിത്രത്തിലെ സാധാരണ ഒരു എതിർ ടീം മാത്രമാകും കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു പോരാട്ടത്തിലറിയാം ബ്ലാസ്റ്റേഴ്സ് കൊമ്പന്മാരുടെ ശരിയായ കരുത്ത്. വെറുതെ വാക്കുകളിലെ ശക്തിയും ആരാധകരുടെ ഗർജനവും മാത്രമാണോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത്? കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇതുവരെയും ISL കപ്പടിക്കാൻ സാധിക്കാത്ത ടീം കൂടിയാണ് FC ഗോവ. ISLൽ ബ്ലാസ്റ്റേഴ്സ് 3 ഫൈനലുകളിൽ കളിച്ചപ്പോൾ 2 ഫൈനലുകളിലും 3 സെമിയിലും കളിച്ചാണ് FC ഗോവ നിൽക്കുന്നത്. ISLൽ ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയപ്പോൾ എല്ലാം തന്നെ തീ പാറുന്ന പോരാട്ടമാണ് കളിക്കളത്തിൽ നടന്നത്. മിക്ക മത്സരങ്ങളിലും ഗോൾ വർഷം തന്നെയായിരുന്നു. എന്നാൽ ആധിപത്യം FC ഗോവയ്ക്ക് തന്നെയാണ്. 18 മത്സരങ്ങളിൽ ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ 10 മത്സരങ്ങളിൽ FC ഗോവ വിജയിച്ചു. 4 മത്സരങ്ങളിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായത്. 4 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. പഴയ കണക്കുകളിൽ ആധിപത്യം FC ഗോവയ്ക്കുണ്ടെങ്കിലും അവസാന 2 സീസണുകൾ നോക്കുകയാണെങ്കിൽ ഇരു ടീമും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഓരോ മത്സരം വീതം വിജയിക്കുകയും ഓരോ മത്സരം സമനിലയിലും പിടിച്ചിട്ടു. അവസാന 2 സീസണുകളിലും ഇരു ടീമും പരസ്പരം ഗോൾ വർഷം തന്നെ തീർത്തു. 4 മത്സരങ്ങൾ കളിച്ചപ്പോൾ 10 ഗോളുകൾ വീതം അടിച്ച് 20 ഗോളുകളാണ് പിറന്നത്. അതുകൊണ്ട് തന്നെ വരും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം കാണാൻ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സീസണിൽ ISL പോയിന്റ് ടേബിളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 2 ടീമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും. ഈ സീസണിൽ 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ 5 മത്സരങ്ങളിലെ വിജയവും 2 സമനിലയും 1 തോൽവിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. FC ഗോവയാകട്ടെ 6 മത്സരങ്ങൾ കളിച്ചതിൽ തോൽവി എന്തെന്നറിയാതെ നിൽക്കുകയാണ്. 5 വിജയവും 1 സമനിലയുമായി. ഗോവൻ മണ്ണിൽ ചെന്ന ഇവാനാശാന്റെ കൊമ്പന്മാർക്ക് FC ഗോവയെ തകർത്ത് പുതിയൊരു ചരിത്രം കുറിച്ച് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.